കൊടുത്ത് അടിപൊളി നിന്ന് പറഞ്ഞുണ്ട്. സോ ഗൈസ് അപ്പോൾ കാണുന്നതൊക്കെ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ നമ്മുടെ മുത്തുമണിസിന് അതിൽ നോക്കാം നമ്മുടെ അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടീംസൊക്കെ വന്നിട്ട് ഞാൻ തന്നെ ടീംസ് ഒന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 6 നമ്മുടെ സ്വന്തം റേസിൻ്റെ പിള്ളേരാണ്. 8 നമ്മുടെ ഡീസിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. ഇസ്രാമിൻ്റെ പിള്ളേർ 9, 2, 10 നമ്മുടെ റേത്തിനുള്ളവരും 11 നമ്മുടെ ആസ്റ്റേക്കിനുള്ളവർ 12 ആരാന്നറിയില്ല എന്താ ഒരു 12 ആരാ. ഓക്കെ VSOP ആണ്. ഓക്കെ ഒരു 7 നമ്മുടെ ഡ്രങ്കൺ മങ്കീസ് ഒന്നും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ 12 നമ്മുടെ സ്വന്തം ഈഗ്ലൈസ് ആണ്. 8 പിള്ളേർ എത്തിയിട്ടില്ല. എന്താണ് അറിയില്ല, മറന്നു ഏതാണെന്ന് അറിയില്ല. എന്തായാലും ഇൻഡസ്ട്രിയൽസിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. നമ്മുടെ ബോസ്കോൻ്റെ മുത്തുമണീസ് ഇവിടെ ഫുൾ സ്കോഡ് ആയിട്ട് എത്തിയിട്ടുണ്ട്. 14, 15 നമ്മുടെ LSD ആണ്. 16 നമ്മുടെ VSOP ഉണ്ട്. 17 നമ്മുടെ ആരാണ് 17 കയറിയിട്ടില്ല, നോട്ടാണ്. 18 കുഴപ്പമില്ല. 19 ആരാണ് നമ്മുടെ സ്ലോട്ട് നമ്പർ 19 ആരാ KCX ആണ്. KCXൻ്റെ പിള്ളേരൊന്നും കണ്ടില്ല, എന്തൊന്നും അറിയില്ല. പിള്ളേർ മച്ചന്മാർ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇനി കയറാൻ പറ്റാത്തതാണോ അറിയില്ല. പിള്ളേരൊക്കെ ലീവാണെന്ന് തോന്നുന്നു കുറവ്. അപ്പോൾ എന്തായാലും നോക്കാം. അടുത്ത ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്ലോട്ട് ലിസ്റ്റ് ജസ്റ്റ് ഒരു ഇപ്പം തന്നെ സ്റ്റാർട്ടാകാം. കാരണം പറഞ്ഞ സ്ലോട്ട് ലിസ്റ്റിൽ ഇപ്പോൾ വേറെല്ലാവരും കയറിപ്പോയി എനിക്ക് പണിയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ പാരഡോക്സ് ആണ്. 18 നമ്മുടെ പാരഡോക്സ് ഉണ്ട്. 19 കയറിയിട്ടില്ല. 20 നമ്മുടെ TXNS ആണ്. 21 നമ്മുടെ വെനത്തിൻ്റെ പിള്ളേരാണ്. ഓക്കെ ഓക്കെ ടോപ്പാണ്, ടോപ്പിൻ്റെ പിള്ളേരാണ്. 22 ഓക്കെ. അപ്പോൾ ആ 56 പേരാണ്. കുറച്ച് പേര് കയറിയില്ല. എന്തായാലും അവരെന്തായാലും നോക്കട്ടെ. എന്തായാലും 22 ആരാണ്? 22 മാഗ് MGMൻ്റെ പിള്ളേർ വന്നിട്ട് ഇറങ്ങിപ്പോയി. എന്തായാലും 23 നമ്മുടെ DC ആണ്. അപ്പോൾ എന്തായാലും മച്ചാവരും പോയിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് സുഖേഷ് അപ്പം ഇറങ്ങലേക്ക് ഒന്ന് ആകുമ്പോൾ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടോപ്പിൻ്റെ വന്നിട്ട് എല്ലാവരും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ MGMൻ്റെ ഡെവിൾ അവിടെ പോയിരിക്കണം. MGM അല്ല, മാഗ്നല്ല, MGM. ഓക്കെ സോറി, MGX. ഓക്കെ ഡെവിൾ ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ഗൈസ് ലെറ്റ്സ് ഓക്കെ. DMC പിള്ളേർ ലേറ്റ് ആണ്. ആ നോട്ടാ പോയിക്കണമെന്നില്ല, അവിടെ നിന്ന് തട്ടിയിട്ട് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ് അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. വേറെ ഒന്നും നോക്കാനില്ല, നമുക്ക് സമയമായി. 2 പ്ലെയർ മാപ്പിടാനില്ല. എന്തായാലും അവരും തട്ടിയിട്ട് എന്തായാലും പുതുതായി വരുന്ന ഒരു പ്രത്യേക ഈ പരമാവധി അപ്പോൾ എന്തായാലും നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് അപ്പോൾ എന്തായാലും ആരൊക്കെ ചാടി വന്നിട്ടുണ്ട്. എന്തായാലും സമയം ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും DMCയുടെ സീസറും നോട്ടാ ബോയ്ക്ക് ഒരുമിച്ച് കയറിയിട്ടുണ്ട്. എന്തായാലും മച്ചമ്മയുടെ കാര്യം എന്താ അറിയില്ല. എന്തായാലും സ്ലോട്ട് നമ്പർ 1 ഒന്ന് കിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കാരണം ലേറ്റ് ആയി തുടങ്ങും. കാരണം 2 മിനിറ്റ് ലേറ്റ് ആയി. സാറിന് നമുക്ക് ലേറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ വെക്കാറില്ല. ഇന്നൊക്കെ ഹായ് ബ്രോ അഖിലേഷ്, ഹായ് ബ്രോ പോയി, ഹായ് ബ്രോ ഡിലേ ഉണ്ടോ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മുത്തുമണീസ് നമ്മുടെ ഓക്കെ നമ്മുടെ നോട്ടറി പിള്ളേർ സ്ലോട്ട് നമ്പർ 6 റേസും 7 നമ്മുടെ DMC ഉണ്ട്. ഡീസലുള്ള 9 നമ്മുടെ ഇതുണ്ട്. 10 റേറ്റുണ്ട്. 11 നമ്മുടെ ആസ്റ്റക്കാണ്. 13 നമ്മുടെ ഇൻഡസ്ട്രിയൽസും. 14 നമ്മുടെ ബോസ്കുണ്ട്. 15 നമ്മുടെ LSD ഉണ്ട്. 16 VSOPയും. 18 നമ്മുടെ പാരഡോക്സുണ്ട്. പാരഡോക്സിനുള്ള 2 പേര് അത് മാപ്പ് ഡൗൺ ചെയ്യില്ല, അതുകൊണ്ട് അതിൽ കിക്ക് ചെയ്യേണ്ടി വന്നു. ഓട്ടോമാറ്റിക് കിക്ക് പോയി. നമ്മുടെ TXN 20 നമ്മുടെ ടോപ്പിൻ്റെ 24 ഓക്കെ അവിടെ 2 പേര് കയറിയിട്ടില്ല. അപ്പം 24 നമ്മുടെ ലോസിനുള്ള 25 നമ്മുടെ 0 റെസ്പെക്ട് ഉണ്ട്. സോ കേസ് അപ്പം എന്തായാലും മുത്തോണി നമ്മുടെ വിമാനം ഓൾറെഡി സെൻറ്ററാണ്. അപ്പം എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും ഹായ് ബ്രോ. അപ്പം ഞാൻ മെസ്സേജൊക്കെ വായിക്കുന്നുണ്ട്, അതിന് റിപ്ലൈ വരുന്നുണ്ട്. എന്തായാലും പരമാവധി റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവും, അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് തന്നെ നമ്മുടെ ലോസ്റ്റിൻ്റെ മുത്തോണ്ട് ലോസ്റ്റിൻ്റെ പിള്ളേർ സ്ലോട്ട് നമ്പർ 24 ആണ്. എന്തായാലും ചാടിയ റോബർ മേസ്റ്റർ പോയിട്ടുണ്ട്. 0 റെസ്പെക്റ്റിൻ്റെ പിള്ളേർ മതി. നമ്മുടെ മോട്ടറികളാണ് കൂടെ. നമ്മുടെ ഇൻഡസ്ട്രിയൽസിൻ്റെ പിള്ളേരും നമ്മുടെ DMC ആണ് കൂടെ ഒരുമിച്ച് അറിയുന്നത്. മിക്കവാറും വില്ലേക്കാവും. വില്ലയിൽ എന്തായാലും ഒരു പോരിഞ്ഞ് നമുക്ക് എല്ലാ സ്റ്റോളിലുണ്ട്. മിക്കവാറും മൗണ്ട് ക്രസ്നൊക്കെയാന്ന് തോന്നുന്നു, ക്രസ്നിക്കാന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത ചാടും നമ്മുടെ സ്വന്തം ടോപ്പാണ്. ടോപ്പിൻ്റെ ഉള്ളിൽ ചാടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റേസിൻ്റെ ഉള്ളിൽ വെച്ച് അബേക്കാണ് വൈനറിക്കാണ് വെച്ച് വിടുന്നുണ്ട്. എന്തായാലും മോനെ ഇവിടെ എന്തായാലും വില്ലയിൽ ഒരു പോരിഞ്ഞിടുന്നതെന്നാലും പ്രതീക്ഷിക്കാം. കാരണം പറഞ്ഞാൽ നമ്മുടെ DMCയും കൂടെ ഇൻഡസ്ട്രിയൽസും ഉണ്ട്. അപ്പോൾ അവിടെ നല്ല നല്ലൊരു അടി ആദ്യം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു അടി പൊട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ മൊത്തം നമ്മുടെ ഇൻഡസ്ട്രിയൽ ബെർലിനും കൂടെ നമ്മുടെ DMC പിള്ളേരുണ്ട്. എന്തായാലും പിള്ളേരോട് ചാടി ഇറങ്ങുമ്പോൾ അത് എന്താണെങ്കിലും ഉണ്ടാകും. നമ്മുടെ DMC
DMC അവിടെ പോയി. സോറി ഗൈസ്, DMC ഇവിടെ ഇറങ്ങിയിട്ട് ഓക്കെ. നമ്മുടെ ഇൻഡസ്ട്രിയൽസിന് മൊത്തം ഇറങ്ങിയിട്ട് എന്തായാലും മുകളിൽ മോനെ കാണുന്നത് ലൂസിഫറിൻ്റെ ലൂസിഫർ പിള്ളേരും എല്ലാവരും കട്ടയ്ക്ക് ലൂസിഫർ താഴെ മോൻ അവിടെ DMC ഡാർക്ക് മതി അടിപൊട്ടി അതൊരു കണ്ണു പോലും ഇല്ലാതെ വീഴും. നമ്മുടെ സീരിയസ് ഉണ്ട്, സീരിയസിൻ്റെ പണി വളർന്നു. മച്ചൻ്റെ നെറ്റ് പോയെന്നുണ്ട് ഒസാർക്കാണ്, ഒസാർക്ക് നെറ്റ് വേണമെങ്കിലും സീരിയസിൻ്റെ കാര്യം മോനകത്ത് അടുത്ത് വരുന്ന ലൂസിഫറാണ്. ലൂസിഫർ ഒറ്റയാൾ പോയിട്ട് മതി. നമ്മുടെ ശംഭുവിനെ അടിച്ച് ശംഭു ആക്കിയിട്ടുണ്ട്. അതിൽ മോനെ അടിക്കുന്നത് എല്ലാവരും മതി VSS ഇട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ VSS ഉണ്ടായിട്ട് കാര്യമില്ല മോനെ. ഇൻഡസ്ട്രിയലിൻ്റെ പിള്ളേർ എന്തായാലും നമ്മുടെ UMP എടുത്ത് അടിച്ച് പഞ്ചിക്കണം. ഡിലേ സീനില്ല ബ്രോ. ഓക്കെ ബ്രോ, എക്സലൻറ്റ് വർക്ക്, താങ്ക് യു ബ്രോ. അപ്പോൾ എന്തായാലും പിള്ളേരോടെ കട്ടയ്ക്ക് സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അവിടുത്തെ കാര്യമാണ് സെറ്റ് ആകുമ്പോൾ താഴെ മോനെ ഇവിടെ നമ്മുടെ ആസ്റ്റെക്കും റേസും തമ്മിൽ അടി പൊട്ടുമോ? പിള്ളേരുടെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് എത്തിയിട്ടില്ല. എന്തായാലും എത്തുമ്പോഴേക്ക് അടിപൊളി ശരി. നമ്മൾ ടോപ്പിൻ്റെ എടുത്തും, കാരണം ടോപ്പിൻ്റെ അടുത്ത് എന്തായാലും തൊട്ടടുത്ത് സ്ലോട്ട് നമ്പർ 20 ഇത് വേറെ ആരും അല്ല. അതാരാണ് 20 ആരാ? ഓക്കെ, നമ്മുടെ VSP ആണ്. അത് TXNS ആണ്. TXNS എന്തായാലും മെച്ചവരോട് നിൽക്കുമ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ടോപ്പിൻ്റെ പിള്ളേരുണ്ട്. ടോപ്പിൻ്റെ പിള്ളേർ അടുത്ത് നിൽക്കുമ്പോൾ ഒരു അടിപൊട്ടും. അതിൻ്റെ അടുത്ത് DC ആണ്. DC എടുത്ത് പറയുകയാണെങ്കിൽ തൊട്ട് നമ്മുടെ നോട്ട് സ്ലോട്ട് നമ്പർ 1 ആണ്. മച്ചാൻ വരെ എന്തിനാണ് വന്നേക്കുന്നത് എനിക്ക് പോലും മനസ്സിലായി. കില്ല് കൊടുത്ത് പൊസിഷൻ പോയിന്റ് കിട്ടില്ല, ഒന്നും കിട്ടില്ല. എന്തായാലും മച്ചാൻ എന്തെങ്കിലും കില്ല് കൊടുത്ത് 2 പോയിന്റ് നമ്മുടെ DC ഉള്ളവർ കൊടുക്കണം. അല്ലെങ്കിൽ DC ഉള്ളവർ ഒറ്റയ്ക്ക് വയ്പ്പ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം കിൽ പോയിന്റ് എടുക്കില്ല, ഒന്നും എടുക്കില്ല. എന്തായാലും പണി പാടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവിടെ ഒരു അടിപൊട്ടും അതേപോലെ DC ഉള്ളവരോട് എന്തായാലും മായത്തടി അടുത്തടി അവിടെ ഇവിടെ നിൽക്കേണ്ട മോനെ ബോസ്കിന് എടുത്ത് വേറെ ആരുണ്ടല്ലോ കൂടെ. ഈ സ്ലോ നമ്പർ 10 റേത്താണെന്ന് തോന്നുന്നത്. അത് റേത്തിനുള്ളവരും ബോസ്കിനുള്ളവരും ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും അവരെ തമ്മിൽ അടിച്ച് പിരിഞ്ച് എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഓക്കെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ തീരുമാനമാവുന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. എന്തായാലും ബോസ്കിനുള്ളിൽ എന്തായാലും 3 സ്ഥലത്ത് ഒരേ സമയം അടിപൊളി ചാൻസ് 3 4 സ്ഥലത്ത്. എന്തായാലും ഇവിടെ ആസ്റ്റക്കിനോട് എന്തായാലും ഡിസ്റ്റൻസ് ഉണ്ടെന്നല്ലോ. പക്ഷേ നമ്മുടെ DCയുടെ അടുത്ത് നമ്മുടെ റേത്തിൻ്റെ അടുത്തും ടോപ്പിൻ്റെ അടുത്തും ഒരുമിച്ച് അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവിടെ തട്ടിക്കളീൻ എപ്പോൾ പൊട്ടും മോനെ പൊട്ടോ ഇല്ലെന്ന് അറിയില്ല. മോനെ പൊട്ടുന്നു. ബോസ്കോൻ്റെ പിള്ളേരാണ്. ബോസ്കോൻ്റെ ഡഫി ഉണ്ട്. അതേ ബോസ്കോൻ്റെ ഓക്കെ. ഇവിടെ വാർലോക്ക് ഉണ്ടായിരുന്നു. വാർലോക്കിന് എങ്ങനെയൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഡഫി എങ്ങനെ അടിച്ചിട്ടു. അതെ പുറത്തേക്ക് നോക്കി ഇവനെ കൊടുക്കുന്നത് വിൻഡേജ് അടിക്കാൻ നോക്കി. എന്തായാലും ഒരു നോക്കുന്നുണ്ട്. ബ്രൂസാണ് റേത്തിൻ്റെ ബ്രൂസ് ഇവിടെ നല്ല തിരിച്ചു കൊടുക്കുന്നത്. അത് എന്തായാലും നല്ലൊരു കിടിലം കവർ ഫയർ നോക്കുന്നുണ്ട്. എന്തായാലും അത് കിട്ടാൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ഹായ് ബ്രോ, നമ്മുടെ AB ആണ്. എലിറ്റ് ബൈറ്റേഴ്സ് ബ്രോ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടല്ലോ. വളരെ ദിവസം ഞാൻ എന്തായാലും അവിടെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ഇപ്പോൾ ചെയ്തിട്ടില്ല, എന്തായാലും ചെയ്യാം. സോ ഗൈസ്, മോളിക്ക് നമ്മുടെ മുത്തോണീസ് EB പിള്ളേർ വാങ്ങുന്നുണ്ട്. ZRCയുടെ ഒരു തവണ ഒരു വീക്കിൽ കൊണ്ട് മോനെ ടോപ്പിൻ്റെ പിള്ളേർ അടി തുടങ്ങി. മോനെ ടോപ്പിൻ്റെ പിള്ളേർ അടി കിട്ടി തുടങ്ങിയതാണ്. ടോപ്പിൻ്റെ പിള്ളേർ കൊടുക്കുന്നത് അത് ജോക്കറാണ് അടിച്ച് പഞ്ചിടുന്നത്. മോനെ DCയുടെ പിള്ളേർ DMC അടിച്ച് പഞ്ചിടുന്നതില്ല. DMCയിലാണ് നമ്മുടെ DMC. ഓക്കെ, DMC സീസൺ അപ്പോൾ തന്നെ DCയുടെ പിള്ളേർ അടിച്ച് പഞ്ചിട്ടു. പക്ഷേ ഒപ്റ്റിക്സ് വീണെങ്കിലും മതി. അവിടെ എന്തായാലും പെട്ടിയാക്കി വിട്ടിട്ടുണ്ട്. അതിൽ വേറെ പ്രശ്നമില്ല. പിള്ളേർ മൊത്തം നിർന്നുണ്ട്. ഓക്കെ, ബോസ്കോനുള്ള നോക്കാം. ബോസ്കോനെ 3 മണി ഇവിടെ നമ്മുടെ റേറ്റ് ആയിട്ട് അടി വിടുന്നുണ്ട്. എനിക്ക് മനസ്സിലായി EB പേര് ഫുൾ നെയിം അറിയാം. എന്തായാലും പേടിക്കണ്ട. നമ്മൾ സ്ഥിരം കാണുന്നതല്ല. 6 മണിക്കും കാണുന്നുണ്ട്, രാത്രി 10:30 കാണുന്നുണ്ട്. എന്തായാലും ഞാൻ മറക്കൂല ആ പേരൊന്നും. എന്തായാലും പിള്ളേർ ഇവിടെ നല്ലൊരു അടികളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ബോസ്കോൻ്റെ മുത്തോണിച്ചുണ്ട്. എനിക്ക് പിന്നെ മറ്റേ സ്ട്രീമിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ മനസ്സിലായി ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ വർക്കും ചെയ്യണം, എല്ലാം ചെയ്യണം. എന്തായാലും ഇവിടെ റേത്തിൻ്റെ ഉള്ളിലുണ്ട്. റേത്തിൻ്റെ സ്യൂസ് ഓടിൻ്റെ റേത്തിൻ്റെ സ്യൂസിൽ നമ്മുടെ ബോസ്കോൻ്റെ സ്യൂസ് നമ്മുടെ റേത്തിൻ്റെ വിൻറ്റേജ് അവിടെ സ്യൂസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും ബോസ്കോൻ്റെ ഉള്ള നൈസായിട്ട് വലിഞ്ഞതാണോ? എന്തായാലും മച്ചന്മാർ ഡഫിൻ പിള്ളേർ ഇവിടെ ഉണ്ട്. ഡഫിൻ പിള്ളേർ ഈ വീട് തന്നെ നിൽക്കണം. തൊട്ടടുത്ത് റേത്തിനുള്ള സ്പ്ലിറ്റ് ആകുമ്പോൾ ടോപ്പിൻ്റെ ഉള്ള നമ്മുടെ TXNS തമ്മിൽ അടി പോടാൻ ചാൻസ്. കാരണം മച്ചന്മാർ നേർക്ക് നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ TXNS നിയോൺ ഫേക്ക് ഉണ്ട്. ഫേക്ക് പിള്ളേർ മതി. ഇവിടെ നോക്കുകയാണെങ്കിൽ TXNS അതായത് നിയോൺ ഡെക്സ്റ്റർ ഉണ്ട്. അത് ഡെക്സ് മോനെ വെനത്തിനെ കണ്ടു. വെനത്തിൻ്റെ അവിടേക്ക് ഒരു നേട് ഇട്ട് കൊടുക്കില്ല. അത് നമ്മുടെ TXNS നിയോണിൻ്റെ ഈ കളി എന്താവും നിൽക്കേണ്ടറിയാം. ഈ സ്പോർട്സ് ബ്രോ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്തായാലും മെഗട്രോണിനും പിള്ളേരെ ഒരു അടി കാണാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബിഗ്ഗിനും പിള്ളേരും ഒരു അടി ഇവിടെ ഉണ്ടാക്കണം. എന്തായാലും അതിനുവേണ്ടി അത് ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ക്വാളിഫൈ ചെയ്താൽ മതി. ക്വാളിഫൈയിലേക്ക് എന്തായാലും കളിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈ എലീറ്റ് ബീറ്റേഴ്സ് EB മുത്തോണികൾക്ക്. എന്തായാലും ഇവിടെ നോക്കുക. ഇവിടെ നമ്മുടെ മോനെ അവിടെ ഫ്ലെയർ മോനെ കൊടുക്കുന്ന നീണ്ട കണ്ട് എന്തായാലും നെയ്ഡ് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വെനാണ്. വെനത്തിൻ്റെ ഒരു നെയ്ഡ് ഉടൻ തന്നെ ഒരു നെയ്ഡ് മോളിങ്ങെങ്കിൽ എന്തായാലും പൊളിച്ചാണ്. പക്ഷേ എന്തായാലും നെയ്ഡ് മോളിങ് കയ്യിലെത്തോണ്ടായിരിക്കും മച്ചന്മാരോടെ മുഖത്ത് നോക്കി നിൽക്കാൻ മാത്രം. പക്ഷേ ഒരു നെയ്ഡ് വരുന്നു. നെയ്ഡ് പക്ഷേ മോനെ കയറടിക്കുന്നുണ്ട്. കാരണം വെനം വരുന്നുണ്ട്. വെനം വരുമ്പോൾ അത് രണ്ട് സൈഡിൽ വെനത്തിന് ആർക്കടിക്കുന്നു കൺഫ്യൂഷനായി. കാരണം പറഞ്ഞാൽ ഒരു സൈഡിൽ നമ്മുടെ TXNSൻ്റെ 2 പിള്ളേർ 2 സൈഡിൽ തന്നെ നിന്നു. അതെ, 2 സൈഡിൽ നിന്നപ്പോൾ ഇവിടെ ടോപ്പിൻ്റെ കോബ്ര മാത്രമുണ്ട്. കോബ്ര കൊടുക്കുന്നു, അടിക്കുന്നു. മോനെ നമ്മുടെ ടെക്സ്റ്റർ മോനെ കോബ്രനെ അടിച്ചിട്ട് ഇതിനാരുണ്ട് ടോപ്പിൻ്റെ TK സഹൽ മാത്രം. സഹലിൻ്റെ 1 മാൻ ഷോ കാണാൻ പറ്റുമോ? അതിട്ട് ഓക്കെ. അപ്പം പൊളി ബ്രോ, ഫുൾ സപ്പോർട്ട്. ഇടയ്ക്ക് ഇവിടെ എന്തായാലും പ്രോത്സാഹിപ്പിച്ചു. എന്തായാലും കോബ്രനും പിള്ളേരും അടിച്ചുറക്കി വിട്ടിട്ടുണ്ട്. നമ്മുടെ ഫേക്കും പിള്ളേരുമാണ്. എന്തായാലും ഇവിടെ നോക്കാം. അത് സഹലോടെ ഒന്ന് നൈസായിട്ട് എസ്കേപ്പ് ആയി. കാരണം പൊസിഷൻ പോയിന്റെങ്കിലും പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും സഹലോടെ എസ്കേപ്പ് ചെയ്യേണ്ടത്. എന്തായാലും ഇവിടുത്തെ കാര്യം തീരുമാനം നമുക്ക് ബോസ്കോൻ്റെ അടുത്ത് നോക്കാം. അതോ ആസ്റ്റക്കിൻ്റെ അടുത്ത് പോയി അവിടെ നമ്മുടെ സ്വന്തം റേസിൻ്റെ പിള്ളേർ അടി പൊട്ടിക്കാന്ന് അറിയില്ല. എന്തായാലും അവിടുത്തെ കാര്യം ഏതാണ് തീരുമാനം. ഓക്കെ, DCയുടെ അവിടുത്തെ കാര്യങ്ങൾ ഏതാണ് തീരുമാനം. നമ്മുടെ ബോസ്കോൻ പിള്ളേരുണ്ട്. ബോസ്കോൻ റേറ്റ് നമ്മൾ കുറേ നേരമായി ഒളിച്ചു കളിയാണ്. എന്തായാലും റേറ്റിൻ്റെ പിള്ളേർ അതെ ബ്രൂസ് മോനെ ഫേക്ക് കോപ്പിയും കൂടെ അടിച്ചിരുന്നു. TK സൈഡിൽ 1 മാൻ ഷോ ആണോ? അതെ, TK സൈഡോടെ നമ്മുടെ മോൻ ഒരു അടി അടിച്ചിട്ടുണ്ട്. എന്തായാലും മച്ചാൻ ഒരു നോക്കുന്നുണ്ട്.
ഉണ്ട്. ആ നോക്ക് എന്തെങ്കിലും കൺഫേം ആക്കാൻ സാധ്യതയില്ല. കാരണം TXNസിൻ്റെ ഡെക്സ്റ്ററിൽ നിന്ന് റബ്ബ് എടുക്കുന്നുണ്ട്. മോനെ സഹലിനെ കയറി അടിക്കും, നീയോ കയറി പോയിട്ടുണ്ട്. നീയോ കയറി പോകുമ്പോൾ മോനെ സഹലിന് ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റുമോ ഇല്ല കണ്ടുവരുന്നത് സഹൽ. എന്തായാലും ഞാൻ മെസ്സേജ് എല്ലാം കാണുന്നുണ്ട്, റിപ്ലൈ തരുന്നുണ്ട്, അറിയാലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുള്ളൂ. എന്തായാലും മോൻ ഇവിടെ നോക്കാം. TK സഹൽ വേണ്ടി സഹൽ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. എന്തായാലും ബട്ട് എല്ലാവർക്കും തലവേദന ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ കാണുന്നവരൊക്കെ ഒരു മെസ്സേജ് ഒരാളുള്ളൂ ഡാർക്ക്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കാം. ഇവിടെ നമ്മുടെ TK സഹലുണ്ട്. സഹലൊക്കെ ഇവിടെ ചുമ്മാ കറങ്ങി നടക്കുന്നുണ്ട്. അതായത് സഹൽ ഇവിടെ എല്ലാവർക്കും തലവേദന ഉണ്ടാക്കി കൊടുക്കുകയാണ്. സഹൽ പിടിച്ച് കൊടുക്കുമ്പോൾ മോനെ നമ്മുടെ മോളി കൊടുക്കുന്നു. നമ്മുടെ സ്വന്തം നീയോൻ്റെ മോളി. പക്ഷേ അത് സഹലൊക്കെ അവിടെ നിന്ന് വരെ പോയാൽ സഹൽ പോയെടുത്ത് ഇപ്പോൾ ഒരു പൂട പോലും ഇല്ലെന്നാണ് പറയാൻ. കാരണം സഹൽ അവിടെ നിന്നൊക്കെ നൈസായിട്ട് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും സഹൽ നൈസായിട്ടൊരു പോസ്റ്റം കണ്ടുപിടിക്കുക. അത് നൈസായിട്ട് നമ്മുടെ ഒരു കിടിലം പോസ്റ്റം കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഈ പോസ്റ്റ് നിന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അത് പെട്ടെന്ന് എനിക്ക് കയറി വരുന്നവർ അടിച്ച് പഞ്ഞിക്കിടാൻ വേണ്ടി സഹൽ അവിടെ കയറിക്കണെങ്കിലും പിള്ളേർ കയറി നിൽക്കുമല്ലോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. മോനെ പിള്ളേർ അത് അപ്പുറത്തുള്ള കറങ്ങി നടക്കുമ്പോൾ മോനെ ഇവിടെ ഇനി മുകളിലേക്ക് ഇനി എങ്ങനെ കയറുന്ന കണ്ടറിയാൻ നിയോനാണ്. അത് മോനെ വീട് മാറിപ്പോയി. അത് സഹലിരിക്കുന്ന വീടും പിള്ളേർ കയറിയ വീടും മാറിപ്പോയിട്ടുണ്ടെന്നാലും പിള്ളേരെന്തായാലും നമുക്ക് വീട് മാർക്ക് കയറിയിട്ടുണ്ട്. അതിലിവിടെ സ്മോക്ക് വാരിയറുണ്ട്. നമ്മുടെ TXNS എന്നുണ്ട്. അത് പിള്ളേർ എന്തായാലും സ്മോക്ക് വാരിയറുണ്ട്. എന്തായാലും TXNസിൻ്റെ പിള്ളേർ എങ്ങോട്ട് ചാടി കയറും. മതി ഇനി അപ്പുറത്ത് ഈ വീട്ടിലില്ല, മുകളിലേക്ക് കയറുന്നത് കയറി പുഷ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല. അതേ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് എന്തെങ്കിലും പോയി പറ്റും. തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നത് നിയോൺ നിന്ന് ഓടുന്നുണ്ട്. എന്തായാലും പുള്ളിക്ക് നൈസായിട്ട് മനസ്സിലായി. മോനെ ബോസ്കോൻ്റെ പിള്ളേർ റേറ്റിൻ്റെ പിള്ളേർ കയറി പഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ TK സഹലിൻ്റെ ഒറ്റയാൾ പോയിട്ട് മിക്കവാറും കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും മച്ചനോട് നോക്കുന്നുണ്ട്. മച്ചൻ ഇവിടെ ചുറ്റും അത് കയറി പോകുമ്പോൾ മുകളിൽ സഹലുണ്ടോ? മോനെ അടിക്കുന്നു. സഹലിൻ്റെ ഒരു കിടിലം അടിയായിരുന്നു. തീർത്തുണ്ട് TXN നീയോൻ്റെ കാര്യം. നീയോടെ തീർത്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ മോനെ അവിടെ സഹൽ മോനെ സഹലിന് ഒറ്റ പറ്റും. കാണുന്നവർ കയറി അടിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നൈസ് കവർ വന്നിട്ടുണ്ട്. ഇവിടെ പിള്ളേരിന് കയറി വരുമ്പോൾ മോനെ അടിച്ചേ പറ്റും. മോനെ ഫേക്ക് കോപ്പിനെ കാണുന്നത് ഫേക്ക് കോപ്പി ഫ്രീ ഫയർ ചെയ്തുകൊണ്ട് മോനെ ഹുസിലൊക്കെ ഫ്രീ ഫയർ ചെയ്ത് അവിടെ നമ്മൾ ബുള്ളറ്റ് തോന്നുമല്ലോ. എന്തായാലും ഒരു നേട് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. നേട് കുക്ക് ചെയ്യാൻ ഇല്ല എന്ന് കണ്ടാൽ മോനെ ചാടി ഓടുന്നുണ്ട് സഹൽ. അവിടെ നിന്ന് എന്തായാലും നൈസായിട്ട് അവിടെ നിന്ന് TXNസിൻ്റെ ഒരു പ്ലെയർ ഇവിടെ പഞ്ഞി കിട്ടുന്നുണ്ട്. നമ്മുടെ സഹലാണ്. ഇനി സഹലിൻ്റെ അടുത്തൊരു പടയോട്ടം കാണാം. മോനെ ഓടി വരുന്നു. പിള്ളേർ കയറി വരുന്നു. അടിക്കുന്നു ചാടി അടിക്കുന്നു. മോനെ ഉണ്ട തീർത്തോണ്ട് അത് നൈസായിട്ട് മോനെ അടുത്തുള്ള വരുന്നു. പക്ഷേ നമ്മുടെ ഫേക്കിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പതറിയിട്ടുണ്ട്. നമുക്ക് നേരം നമ്മുടെ റേറ്റിൻ്റെ അടുത്ത് നോക്കാം. റേറ്റിൻ്റെ പിള്ളേർ ഡഫി ഇവിടെ ഉണ്ടല്ലോ. ഡഫിയുടെ തൊട്ടടുത്ത് മോനെ നമ്മുടെ മുത്തുമടീസ് ഉണ്ട്. പക്ഷേ ബോസ്കോൻ ആയാലും പോയാൽ ബോസ്കോൻ നമ്മുടെ എവിടെയാണ് പഞ്ഞി കിട്ടുന്നത്. റേറ്റ് കയറിയിട്ടുണ്ട്. റേറ്റിൻ്റെ ബ്രൂസും പിള്ളേരാണ് കയറി വരുമ്പോൾ ഇവിടെ എന്താ മുകളിലാണ് പിള്ളേർ കയറിക്കുന്നത്. മുകളിലേക്ക് പോകും. സ്ലോട്ട് നമ്പർ 80 കൈൻഡ്ലി അങ്ങനെയൊന്നും പറയേണ്ട ബ്രോ. പറഞ്ഞാൽ മതി. നമ്മൾ എന്തെങ്കിലും സ്പെക്ക് ചെയ്യാം. അടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. DC പിള്ളേർ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. കാരണം മച്ചമരം നല്ലൊരു മോനെ മൂട്ടിൽ തീ കത്തിച്ചിട്ടുണ്ട്. റേറ്റിനുള്ളവരാണ് എന്തായാലും ഇവിടെ നോക്കാം. മൂട്ടിൽ ആരാണ് കത്തിച്ചത്? ഇവിടെ റേറ്റിൻ്റെ ബ്രൂസാണോ? ബ്രൂസല്ല. എന്തായാലും പിള്ളേരുള്ള ഇവിടെ എന്തായാലും കയറി പുഷുമ്പോൾ മോനെ അവിടെ നമ്മുടെ ബോസ്കോൻ്റെ പിള്ളേർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ബോസ്കോൻ്റെ പിള്ളേർ കയറുമ്പോൾ അതേ ബ്രൂസിന് മോനെ ഒരു മോളിയാണോ കയ്യിൽ മോനെ എറിയുന്നുണ്ട്. എന്തായാലും മോളി എറിയണ നേരത്തെ എന്തായാലും മോളിൽ നിന്ന് ബ്രൂസ് ആണോ അതേ ഇട്ട മോളി പണി വരുന്നു. പക്ഷേ വാർലോക്കിനെ പിള്ളേർ ചാടിയിട്ടുണ്ട്. സ്യൂസ് പുറത്തേക്ക് ചെയ്യാൻ വാർലോക്ക് വീഴുന്നുണ്ട്. മോനെ സ്യൂസിൻ്റെ അടിയാണ്. സ്യൂസ് നൈസർ അടിച്ച് നോക്കിലിടുന്നുണ്ട്. എന്തായാലും പക്ഷേ ഇവിടെ അതേ രണ്ട് സൈഡിൽ നിന്ന് ഒരേ സമയം അടിക്കുമ്പോൾ ഡഫി താഴേക്ക് ചാടി വരുമ്പോൾ ചാടി എന്തെങ്കിലും ഒരു നോക്കുണ്ട് താഴെ. ആ നോക്ക് എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിചാരം ഉറപ്പുണ്ട്. പക്ഷേ എന്തെങ്കിലും ഡഫി താഴേക്ക് ചാടുന്നില്ല. ഡഫി അവിടെ 8 ആണ്. അതേ 8 നോക്കാൻ മോനെ കൊടുക്കുന്നു. അതിൻ്റെ കാരണം വിൻ്റെ അവിടെ നല്ല ടാഗ് നമ്മുടെ യൂസിന് കൊടുക്കുന്നത്. അപ്പോൾ റേറ്റിൻ്റെ ബോസ്കിന് പിള്ളേർ നമ്മളുടെ റെഡി ആണെങ്കിലും മോനെ മുത്തുമണി തന്നെ ചാടി ഓടുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. മോനെ കാണുന്നു. മോനെ ഡഫി എന്താണെന്നറിയില്ല ചാടിച്ചിട്ട് മോനെ കൊടുക്കുന്നുണ്ട്. ടാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബോസ്കിന് ഡഫി എന്തായാലും മോനെ ചാടി ഓടുന്നുണ്ട്. എന്തായാലും റേറ്റിൻ്റെ പിള്ളേർ അതേ വരുന്നുണ്ട്. മോനെ കാണുന്ന ബോസ്കിന് ഡഫി എന്തായാലും വിൻ്റെലോട് അടി. മോനെ ചാടി വരുന്നു. മുകളിൽ നിന്ന് ബ്രൈറ്റ് അത് 4 പേര് വളഞ്ഞിട്ട് അടിക്കുമ്പോൾ സ്യൂസ് അവിടെ ഒറ്റയ്ക്ക് വരുമ്പോൾ മോനെ മോളി കുക്ക് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒരാൾ പോലില്ല. മോനെ ആളില്ലാത്ത സ്ഥലത്തേക്ക് നോക്കി മോനെ അടിക്കുന്നു. ബ്രൂസ് മോനെ അടിക്കുന്നു. ബ്രൂസ് വീണു. പക്ഷേ ബോസ്കോ സ്യൂസ് എവിടെ നിന്നും ആടില്ല. പ്ലേ സോൺ അനുസരിച്ച് അതേ ബോസ്കോ സ്യൂസിനെ ചതിക്കുന്നു. പ്ലേ സോണാണ്. അതേ പ്ലേ സോണിൽ വീഴുന്ന എന്തായാലും അവിടുത്തെ ഏതാണ്ട് തീരുമാനമുണ്ട്. 0 റെസ്പെക്ട് എടുത്ത് മോനെ സ്ലോ റെഡി ആയിട്ട് നമ്മുടെ DCയുടെ മുത്തുമണി നോക്കാം. DCയുടെ മുത്തുമണി കൂടി DCയുടെ നമ്മുടെ 7 OPM ഉണ്ട്. 16 പോയിന്റ് ഉണ്ട്. നമ്മുടെ ഒപ്പിക്കൽ മറ്റൊന്നും വേണ്ട. വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രോ കാണുന്നുണ്ട് അറിയാലോ. നമ്മുടെ ഈ 1 പോയിന്റ് ഡിലേ കാരണമാണ്. അതിലും പിള്ളേരോട് ഉണ്ട്. പിള്ളേരെന്തായാലും ഒരു 2 സ്ലോട്ട് നമ്പർ 1 അവിയൽ ടീമിന് എന്തെങ്കിലും അടിച്ച് പഞ്ഞിക്കിട്ടുണ്ട്. എന്തായാലും ഇവിടെ മച്ചാൻ ഇവിടെ സെറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ വേറെ പ്രശ്നമില്ല. പിള്ളേർ എന്തായാലും നൈസൊരു കോമ്പൗണ്ട് ഹോൾഡാണ്. എന്തായാലും തൊട്ടടുത്തൊരു ഡ്രോപ്പ് ഉണ്ട്. അതിൽ എടുക്കുമെന്ന് വിചാരിക്കാൻ പറ്റേ നമുക്ക് 0 റെസ്പെക്ട് ഉണ്ട്. ലോസ്റ്റിൻ്റെ പിള്ളേർ മോനെ LST നമ്മൾ റെഡി പൊട്ടു പോയില്ല. ഇത് ലോസ്റ്റിന് നമ്മുടെ ലൂസിഫറസ് കള്ള ഒരുമിച്ച് പോകുമ്പോൾ തൊട്ടടുത്തോടെ വരും നമ്മുടെ LSTs ആണ്. എന്തായാലും LSTസിനെ കണ്ടിട്ടില്ല. കാണണമെങ്കിൽ ഒരു നല്ല കിടിലിന് അടി പാറിയാണ്. കാരണം LST ഫുൾ സ്കോർ ഉണ്ട്. മറ്റന്മാർ ഫുള്ളില്ല. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നോക്കാം എന്താകും.
അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഏതാണ്ട് ഇത് നോക്കാം. നമുക്കൊന്ന് ലോസ്റ്റിന് പിള്ളേർ എന്തെങ്കിലും വെച്ച് വിട്ട് പോയിട്ടുണ്ട്. സോ മോനെ ലോസ്റ്റിൻ്റെ അടുത്ത് സ്പീഡിന് മോനെ വണ്ടിക്ക് അടിക്കണമല്ലോ. നമ്മുടെ LST അവിടെ ഉണ്ടായിരുന്നു. LST പിള്ളേരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. അത് LST മൊത്തം വണ്ടി താഴെ ഉണ്ടായിരുന്നു. നമ്മുടെ LST ബ്രെയിനും പിള്ളേരും അത് നമ്മുടെ ഒരു BRD ആയിട്ട് വെറുതെ വിട്ടിട്ടുണ്ട്. എന്തായാലും മച്ചമ്പരിനെ നിന്നെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. എന്തായാലും വേറെ പ്രശ്നമില്ല. ഇവിടെ നോക്കാം നമ്മുടെ ആസ്റ്റേക്കിൻ്റെ ഉള്ളൊരു ഇസഡമിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. എന്തായാലും ഇസഡം നമ്മുടെ ഡീസോമിൽ അടിപൊട്ടാൻ ചാൻസ് ഉണ്ട്. അവിടുത്തെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമാക്കേണ്ട സമയം. എന്തായാലും ഇൻട്രസ്റ്റലേഴ്സ് ഇവിടെ മൗണ്ടിലുണ്ട്, മൗണ്ട് ക്രസ്നിക്ക് ഇതിൽ സീൻ സ്ഥലമാണ്. വേറെ ഒന്നല്ല, കാരണം വണ്ടി എപ്പോഴും മറഞ്ഞ് ചെയ്യണം. അവിടെ തൊട്ടുമ്പോൾ നമ്മുടെ 0 റെസ്പീൻ്റെ പിള്ളേരുണ്ട്. അവിടെ എന്തെങ്കിലും പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ മുകളിൽ നോക്കണമെങ്കിൽ മുകളിൽ ആരില്ല. നമ്മുടെ റേസിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത് റേസിൻ്റെ മുത്തുമണീസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട്. മിക്കവാറും മച്ചന്മാരും അതേ BRD അല്ല. മോനെ നമ്മുടെ മറ്റേ കിടിലം ഡ്രാഗൺ കാർ ഒന്നും കണ്ടല്ലോ പേര്. എന്തായാലും മോനെ അവിടെ ഇൻഡസ്ട്രിയൽസിൻ്റെ ഉള്ളിൽ കാണുമോ അത് അടിക്കുന്നു, അടിപൊട്ടും, അത് കൊടുക്കുന്നു ടാഗ് ഇടുന്നുണ്ട്. ബൂക്കിംഗ് പിള്ളേർ മതി. നമ്മുടെ ഡീസിംഗ് അടിക്കുമ്പോൾ അവിടെ ബെർലിൻ വീണുണ്ട്. ഡീസിംഗിന് നല്ല കിടിലം കളിയാണ്. മോനെ അടിച്ചിപ്പോൾ ഡാർക്ക് വീണോ. ഡാർക്ക് ആയിട്ടില്ല. മോനെ രണ്ടുപേരും വരുന്നുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിയൽസിന് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡീസിംഗ് പിള്ളേരാണെങ്കിലും ഡാർക്കിനെ കട്ടയ്ക്ക് പഞ്ഞി കിട്ടുന്നുണ്ട്. മോനെ കൊടുക്കുന്ന അടിച്ച് നോക്കണമെങ്കിലും കൺഫേം ഡാർക്ക് മോനെ ഡാർക്ക് ഔട്ട് ഓപ്പൺ ആണ്. ഡാർക്കിൻ്റെ മോനെ ഫുൾ സ്ക്വാഡ് സെറ്റ് ചെയ്യേണ്ട പ്രശ്നം. അതിൽ മോനെ ഡീസിംഗ് ചാടി ഓടിച്ചിട്ട് എന്തെങ്കിലും പോകുന്നത് എന്തെങ്കിലും വേറെ പ്രശ്നമില്ല. ഡാർക്ക് കട്ടക്കിലിട്ട് ട്രിഗറും പിള്ളേരും വന്ന് അടിച്ച് വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇനി ആരുണ്ട് ചോദിച്ചത് നമ്മുടെ സ്കൂബി ഒറ്റയ്ക്ക് എന്തെങ്കിലും കാണാം. അവിടെ റബ്ബ് എടുക്കാൻ സമ്മതിക്കില്ല എന്നറിയില്ല. മോനെ ടീസിങ് പിള്ളേരും വളം ചേരുന്നുണ്ടെങ്കിൽ മോനെ ചാടി വരുമ്പോൾ അടിക്കും. മോനെ 3x അടിക്കുന്നതിൽ ചുറ്റുള്ളവരൊന്നും കാണാൻ പറ്റില്ല. 3x ചുറ്റുള്ള കാണുന്ന നമ്മുടെ ബൂഗി വരുന്ന ബൂഗിനെ അടിച്ചിരുന്നു. മോനെ നമ്മുടെ പിള്ളേർ എന്തെങ്കിലും പിന്നെ ഒന്ന് അടിക്കുമോ. അതേ റേസിൻ്റെ 2 പിള്ളേർ പഞ്ഞിക്കിടുന്നു. പൊളിക്കളി മോനെ. നമ്മുടെ റേസിൻ്റെ പിള്ളേർ എന്തായാലും ഡീസിങ് ട്രിഗറും ഡെഡ് ഷോട്ട് എവിടെ അറിയില്ല. പക്ഷേ ഡെഡ് ഷോട്ട് അവിടെ ട്രിഗർ എവിടെ ഉണ്ടെന്ന് അറിയില്ല. ട്രിഗർ മോനെ മുകളിലാണ്, വേറെ പണിയുണ്ട്. പക്ഷേ ബൂഗിനെ റബ്ബ് എടുക്കാൻ പറ്റുന്നില്ല. ബൂഗിയോടെ മോനെ ഇവിടെ നമ്മുടെ സ്കൂബിയോട് വരുമ്പോൾ ഡെഡ് ഷോട്ട് കാണുമോ ഇല്ലേ. ഡെഡ് ഷോട്ട് മോനെ കൊടുക്കുന്നു അടിക്കുന്നു വീഴുന്നത്. റേസിൻ്റെ പിള്ളേർ ഒന്നായി പഞ്ഞ് കിട്ടുന്നുണ്ട്. മോനെ ഇൻഡസ്ട്രിയൽസ് അതെ ആദ്യമേ തന്നെ എന്തായാലും 3 നോക്കായപ്പോൾ മോനെ പിന്നിൽ നട്ടി പൊട്ടുമോ ഇല്ല. റേസിൻ്റെ പിള്ളേർ എല്ലാവരും നിർത്തുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കൊടുക്കുന്ന മോനെ ട്രിഗറിന് അടിച്ച് പഞ്ഞ് കിട്ടും. മോനെ വേറെ വിഷയം കളിയായിരുന്നു. കാരണം അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയലിൻ്റെ പിള്ളേർക്ക് അടിച്ച് പഞ്ഞി കിട്ടും. അമ്മമാർ ആദ്യം കയറി അത് അവരുടെ 2 നോക്കിട്ട് 2 പേര് നോക്കിയിട്ട് ബാക്കിയുള്ള 4 പേര് വന്ന് ബാക്കിയുള്ള 2 പേരെ നോക്കിടാൻ വളരെ കഷ്ടപ്പെട്ടു നമ്മുടെ റേസിൻ്റെ പിള്ളേർ. അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ കിട്ടില്ല. എന്തായാലും ശമ്പൂനെ തന്നെ അടിച്ച് പഞ്ഞി കിട്ടും. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും മോനെ ഇവിടെ നോക്കാം. ഇവിടെ നമ്മുടെ ഇസ്രാമിൻ്റെ പിള്ളേർ ഡീസിൽ എടുത്ത് പോയിട്ടുണ്ട്. ഡീസിലുള്ളവരുടെ അടുത്ത് നെയ്ഡുകളൊക്കെ വാരി വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്ഡുകൾ ചുമ്മാ ചന്നമ്പിനും വാരി വരുന്നുണ്ട്. അതൊരു വെഡ്ജിൻ്റെ കവറിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്ഡുകൾ വരുമ്പോൾ മോനെ ഡീസിലുള്ളവർക്കുള്ള നെയ്ഡുകൾ പൊട്ടുമ്പോൾ അവിടെ ഡീസിൽ മുത്തോണ്ടിന് വേറെ കുഴപ്പമില്ല. എന്തായാലും 8 നെയ്ഡ് മാറിപ്പോയിട്ടുണ്ട്. അതിൽ ഇവിടെ ആസ്റ്റേക്കിനുള്ള പിന്നിലും അതെ പിന്നില്ല എന്തായാലും അടുത്തുണ്ട്. പക്ഷേ എന്തായാലും നെയ്ഡുകളൊക്കെ വാരി വരുന്നത് നമ്മുടെ 16 പോയിന്റ്സിനുണ്ട്. എന്തായാലും ഇസ്രാമിൻ്റെ പിള്ളേർ നെയ്ഡൊക്കെ വാരി കൂടി വരുന്നുണ്ട്. പക്ഷേ ഡീസിൽ 7 പോയിന്റ് 7 OP അവിടെ ഇസ്രാമിൻ്റെ ഒരു പിള്ളേർ ഓക്കെ 7 OP അവിടെ മോനെ അവിടെ VSOP റേറ്റ് നമ്മൾ അടിപൊളിയുണ്ട്. അതിൽ അവിടേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ മോനെ മുകളിൽ നമ്മുടെ ഡീസിൽ 7 OP പിള്ളേരെ മുമ്പിൽ സ്പോട്ട് ചെയ്യാൻ നോക്കുന്നത്. അതേ പിള്ളേരെ മുമ്പിൽ സ്പോട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടേക്ക് ഒരു നെയ്ഡ് പ്രതീക്ഷിക്കില്ല എന്നറിയില്ല. പിള്ളേരിന് അതേ ഉള്ള നെയ്ഡൊക്കെ എല്ലാം വാരിയതിനോട് വേറെ പ്രശ്നമില്ല. എന്തായാലും മോനെ നെയ്ഡ് ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രാക്കിങ്ങിൻ്റെ നെയ്ഡ് മോനെ ദൂരേക്ക് വീണ്ടും എന്തെങ്കിലും മതി വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രാക്കിങ് 7 OP വണ്ടിയിൽ കയറുന്ന ഇറങ്ങുന്നതിലും മോനെ മുമ്പിലേക്ക് ഒരു നെയ്ഡ് മുമ്പിലേക്ക് ഒരു മോളി എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നില്ല. എന്തെങ്കിലും 7 ഒപ്റ്റിക്സ് ഉണ്ട്. ഒപ്റ്റിക് മോനെ കിട്ടുന്നു പിന്നിൽ നിന്നാണ്. അല്ല 7 OP അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മച്ചനോടൊന്ന് ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട്. അതിൽ വേറെ പ്രശ്നമില്ല. പിള്ളേരോട് എന്തെങ്കിലും കവർ എടുത്ത് നിൽക്കുന്നത് ഫ്രാക്കിങ് നമ്മുടെ 8B സ്റ്റുഡൻറ്റ് എന്തെങ്കിലും 8B സ്റ്റുഡൻറ്റ് നെയ്ഡൊക്കെ ചുമ്മാ എറിയുന്നുണ്ട്. എന്തെങ്കിലും പിള്ളേരോട് വട്ടം ചുറ്റാണെന്ന് അറിയാം. എന്നാലും ഡീസൽ 3 പേരും അതിൽ അതിൽ ചുറ്റും സ്മോക്കൊക്കെ ആക്കി വെച്ചാൽ അതിൽ വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമമാണെന്ന് അറിയില്ല. സോ നമുക്ക് VSOP എടുത്താൽ ഓക്കെ VSOP റേറ്റിൻ്റെ അടി തീർന്നുണ്ട്. കാരണം മച്ചവരോടൊന്ന് വഴി മാറി പോയിട്ടുണ്ട്. അതിൽ അവിടുത്തെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ നോക്കാം. ഇവിടെ ഇനി എന്തുണ്ടാകുമെന്ന് കണ്ടറിയാം ഗോയ്സ്. അത് ഫ്രാക്കിങ്ങും പിള്ളേർ അത് നൈസായിട്ട് ബാക്ക് കഴിഞ്ഞ കാരണം വേറെ ഒന്നല്ല. അവിടെ നിന്ന് പണി വളർന്നു അറിയാം. കാരണം അവർ 2 പേര് മാത്രമാണ്. അവർ 2 പേരും നൈസായിട്ട് അത് ADS കൊടുത്ത് നിർത്തിയോണ്ട് മാത്രമാണ് മച്ചവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ പണ്ട് നമ്മുടെ മുത്തുമണി സൈഡിൽ നമ്മുടെ ഡീസൽ പിള്ളേർ അതിൽ അടിച്ച് പഞ്ഞിക്കിട്ടുണ്ടോ. അതിൽ ഫ്രാക്കിംഗ് പിള്ളേർ മതി തിരിച്ചത് ബേസിലേക്ക് ഇതുണ്ട്. അത് ബേസിലേക്ക് തിരിച്ചത് നമ്മുടെ ഫ്രാക്കിങ് നമ്മുടെ പിള്ളേർ എന്തായാലും പിള്ളേരോട് ഫുൾ സെറ്റാണ്. എന്തായാലും ഇവിടുത്തെ അടികൾ എന്തായാലും തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത എവിടെ പൊട്ടുമെന്ന് നോക്കാം. നമ്മുടെ റേറ്റും VSOP എന്നുള്ള അടി എന്താണെന്ന് അറിയില്ല. എന്തായാലും പിള്ളേരുടെ നോക്കൊക്കെ ഉണ്ടായിരുന്നു. 8 നോക്ക് വാർലോക്കാണ് വീണത്. വാർലോക്കിനെ എനിക്ക് ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. വാർലോക്കിന് ആരെ കൺഫേം ചെയ്ത് എനിക്കറിയില്ല. എന്തായാലും വാർലോക്കിൻ്റെ കാര്യം ഇവിടെ വാർലോക്ക് പടയുണ്ട്. തൊട്ടടുത്ത് മോനെ VSOP ഉണ്ടായിരുന്നു. VSOP മുത്തുമണി അത് 1 കിലോ അതൊക്കെ ഇവരാണെന്ന് തോന്നുന്നത്. വാർലോക്കിന് അടിച്ച് പഞ്ഞി കിട്ടും. എന്തായാലും ഇവിടെ മോനെ സോൺ വന്നിട്ട് സോൺ ഇനി അങ്ങോട്ട് പോകുന്നു കണ്ടറിയണം ഗുയിസ്. എന്തായാലും സോണിൻ്റെ അവിടേക്ക് പോകണം. മോനെ അത് സോൺ എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മോനെ 0 റെസ്പെക്ട് അവിടെ ഡ്രോപ്പിൻ്റെ അടുത്തുണ്ട്. എന്തായാലും മച്ചമാർ മോനെ ഇവിടെ ഒരു BRD ഗുണം നിർത്തിയിട്ടുണ്ട്. അത് ഇവരെയാണെന്ന് അറിയില്ല. എന്തായാലും മച്ചമാർ BRD ഒക്കെ ഇടുന്നുണ്ട്. VSOP മുത്തോണ്ടിട്ടുണ്ട്. എന്നാലും റേറ്റിനുള്ളവരുണ്ട്. മോനെ എനിക്ക് ഇവിടെ BRD ഗുണം നമ്മുടെ റേറ്റിൻ്റെ പിള്ളേരാണോ അറിയില്ല. എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ അടികളെല്ലാം ഏതാണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. മോനെ ഇസ്രാമിൻ്റെ ബീസ്റ്റ് അതെ പിള്ളേർ നമ്മുടെ ഇസ്രാമിൻ്റെ മുത്തുമണി എന്തെങ്കിലും നോക്കുന്നുണ്ട്. AWM വെച്ച് നമ്മുടെ ഡീസിൽ പിള്ളേർ നോക്കുന്നുണ്ട്. ഡീസിൽ പിള്ളേർ അവിടെ ഒന്നുമില്ല. എന്തായാലും മച്ചവർ നല്ല കട്ടയ്ക്ക് കാവലോട് നിൽക്കുന്നുണ്ട്. വേറെ ഒരു അടി പൊട്ടാൻ ചാൻസ് വളരെയധികം ചാൻസ് കുറവാണ്.
ഓക്കെ മോനെ ഇസ്ലാമിൻ്റെ ബീസ്റ്റ് ഉണ്ട്. ബീസ്റ്റ് എന്താ ചെയ്യണമെന്നറിയില്ല. ബീസ്റ്റ് അതെ ചുമ്മാ ഫ്ലാങ്ക് ആണ്. പക്ഷെ മോനെ ക്രിപ്റ്റോ അടിക്കുന്നത് മോനെ ഇൻട്രസ്റ്റ് നമ്മുടെ ക്രിപ്റ്റോ ഇവിടെ ക്രിപ്റ്റോ മോനെ സ്കൂബ് ഉണ്ട്. അത് ഓൾറെഡി നമ്മുടെ സ്വന്തം റേസിനുള്ള അടിച്ച് പഞ്ച് കിട്ടുന്നുണ്ട്. മച്ചമരം തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും മോനെ റബ്ബ് എടുക്കാൻ വരുന്നുണ്ട്. മോനെ സീറോ റെസ്പെക്ട് നമ്മുടെ ഇൻട്രസ്റ്റുള്ളവരാണ്. അത് ഒരാളോട് ചാടി ഇറങ്ങുന്ന റബ്ബ് എടുക്കാൻ പോകുന്നത് ഡേസിന് വേണ്ടി ചാടുന്നു. നമ്മുടെ ഡേസ് ഒന്നും ഡാർക്കാണ്. എന്തായാലും സ്കൂബി വരുന്നത്. സ്കൂബി ഒന്ന് റബ്ബ് എടുക്കുമ്പോൾ അത് സ്കൂബി ഉണ്ട്. വണ്ടി ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്തായാലും മോനെ വണ്ടി കിട്ടുന്നു. ബെർലിൻ വീഴുമോ ഇല്ല, വീഴുന്നില്ല. എന്തായാലും പിള്ളേർ നല്ലൊരു ടാഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇട്ടനൊക്കെ എന്തെങ്കിലും കൺഫേം മെമ്പറില്ല. എന്തായാലും നല്ല ടാഗ് വണ്ടി അടിച്ച് ഓടിക്കുന്നുണ്ട്. വണ്ടി കിട്ടാണ്. വണ്ടി എന്തായാലും നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. പക്ഷേ മുകളിലൂടെ വരുന്നുണ്ട് നമ്മുടെ സ്വന്തം TXNS ആണ്. TXNSൻ്റെ ഉള്ളിലൂടെ അടി ഉണ്ടാക്കുന്നില്ല. മുകളിൽ ഇവിടെ തൊട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽസിൻ്റെ പിള്ളേർ നല്ല പുകയ്ക്കുന്നുണ്ട്. പുകച്ചിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമമായിരിക്കും. പക്ഷേ സീറോ റെസ്പെക്ട് ഉള്ള ആദ്യം നമ്മുടെ ആങ്കർ വരുന്നത്. ആങ്കർ നല്ല ഫ്ലാങ്ക് ഒക്കെ അടിച്ച് വരുന്നുണ്ട്. ഫ്ലാങ്ക് അടിക്കുമ്പോഴേക്കും പിള്ളേർ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് പഞ്ഞിക്കിടാൻ അറിയില്ല. മോനെ നോക്കാൻ പോട്ടെ എന്തുണ്ടാകുമെന്ന് കണ്ടറിയേ പറ്റൂ. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം. ഇതെന്താണ് ആങ്കറുടെ പുല്ലൊക്കെ കിടക്കുകയാണ്. എന്തായാലും പിള്ളേരൊക്കെ വണ്ടി എടുത്ത് ഇവിടെ എസ്കേപ്പ് ആയിട്ടുണ്ട്. അതേപോലെ ഈ ഇൻഡസ്ട്രിയൽസിന് പിള്ളേരും അത് ജീവനും കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പിള്ളേർ അത് ജീവനും കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സോ ഗൈസ് അപ്പോൾ മെസ്സേജ് ഒന്നും കാണുന്നില്ല. ആകെ നമ്മുടെ PK ഗെയിമുമായിട്ട് ലാസ്റ്റ് ചെയ്ത് മെസ്സേജ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇവിടെ. എന്തുകൊണ്ടും അറിയില്ല. മറ്റന്മാരോട് നല്ല റെഡിയൊക്കെ പൊട്ടിക്കുമ്പോൾ മോനെ VSOP കിട്ടി. നമ്മുടെ റേത്താണ്. അത് റേത്തിൻ്റെ ഉള്ളത് മാക്കിന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മാക്ക് മോനൂസേ മാക്കിന് പണിപ്പാളി. മോനെ റേത്തിൻ്റെ ബ്രൂസ് ഇവിടെ എന്തായാലും മോനെ ചാടി കയറുന്നു. മോനെ എന്തായാലും ഊസിക്ക് അടിക്കുന്നു അടിച്ചിട്ടിരിക്കുന്നു. മോനെ VSOPൻ്റെ പിള്ളേരോടെ വീണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും VSOPൻ്റെ ഓടുമ്പോഴും വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് കാര്യമില്ലാതെ നമ്മുടെ എവിടെ റേത്തിൻ്റെ എത്തിയാണ്. റേത്തിൻ്റെ എത്തിക്ക് പിന്നെ ഇടിച്ചു പോകുന്നുണ്ട്. മിക്ക റേത്തിനുള്ള അവിടെ അടിച്ച് മോനെ ZMൻ്റെ പിള്ളേരോട് മോനെ വണ്ടിയും കൊണ്ട് നടിയിൽ കൊണ്ട് നിർത്തുന്നു. വണ്ടി നിർത്തുമ്പോൾ അത് പിള്ളേർ കയറി അടിച്ച് മോനെ ചാടിയായിരുന്നു നമ്മുടെ അതെ ബ്രൂസിൻ്റെ പിള്ളേർ. അതേപോലെ വിൻറ്റേജർ പിന്നിൽ അടിക്കുന്നതിലും പിന്നിൽ ഓനെ VSOPൻ്റെ ഗ്ലെന്നിൻ്റെ ഒരു ഇത് മാത്രം എന്തെങ്കിലും പിന്നിൽ അടിച്ച് നമ്മുടെ ബ്രൈറ്റായി പുകച്ചു കൊണ്ടുവന്നത്. വേറെ പ്രശ്നം പിള്ളേർ പുകഞ്ഞു പോയിട്ടുണ്ട്. സോ ഗൈസ് DC എടുത്തോണ്ട് D0 മുത്തുമണി അവിടെ നമ്മുടെ ഇസ്രമിൻ്റെ ഫ്രാക്കിംഗ് ആണല്ലേ. ഫ്രാക്കിൻ്റെ ലോസ്റ്റിലൂടെ LS റേറ്റ് റെഡി വിടുന്നത്. എന്തെങ്കിലും അവിടെ നോക്കാൻ എന്തെങ്കിലും മുകളിൽ നമ്മുടെ DC അടിച്ച് കയറാൻ വരുന്നുണ്ട്. ഇൻട്രസ്റ്റുള്ളവർ പിള്ളേരാണ്. അതെ ഓസാർക്കും വരുന്നുണ്ട്. പിള്ളേരെ അടിച്ച് പഞ്ഞിക്കാൻ മോനെ ഇൻട്രസ്റ്റുള്ളവർ മൊത്തത്തിൽ പഞ്ഞി കിട്ടുന്നു. നമ്മുടെ DCയുടെ പിള്ളേർ അതേസമയം പിന്നിൽ നിന്ന് അടിക്കും. നമ്മുടെ ഫ്രാക്കിംഗ് ആണ്. എന്തായാലും മോനെ കുറേ നേരം നോക്കി വെച്ചിരുന്നതിൽ ഇപ്പോൾ മോനെ സ്കൂബിനെ കാണുന്നുണ്ട്. സ്കൂബിനെ കണ്ടിട്ടുണ്ടെങ്കിലും മോനെ സ്കൂബി എവിടെയുണ്ട്? സ്കൂബി ഒറ്റയ്ക്കാണ്. സ്കൂബിനെ എന്തെങ്കിലും ഇൻട്രസ്റ്റുള്ള സ്കൂബിയാണ്. എന്തെങ്കിലും ഒരു നെയ്ഡ് കുക്ക് ചെയ്യുന്നുണ്ട്. അതേ മോനെ നെയ്ഡ് കുക്ക് ചെയ്യുന്നു കൊടുക്കുന്നു. അതേ നമ്മുടെ ZMൻ്റെ പിള്ളേർക്കുള്ള അതേ നമ്മുടെ കൊടുക്കുന്നുണ്ട്. ബെർലിനുള്ള നെയ്ഡാണ്. നെയ്ഡ് മോനെ കൊടുക്കുന്നുണ്ട്. നെയ്ഡിന് എവിടെ മോനെ നെയ്ഡ് ആകർഷിക്കണം വെച്ചാൽ എന്തായാലും ചാടി വരുന്നു. കൊടുക്കുന്ന മോനെ അടിക്കുന്നു. വീഴുന്നു. ആരാണ് വീണ്ടും കണ്ടറിയണം. മതി ഇന്നൊരാൾ മാത്രം മതി. ബെർലിനെ അടിച്ചിട്ടു. കാരണം ബെർലിൻ വണ്ണേശ്വരം ബെർലിനെ തന്നെ അപ്പം തന്നെ അടിച്ച് പഞ്ഞിക്കുന്നുണ്ട്. നമ്മുടെ ഡേസ് എൻകോഡ് നൈസായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റുള്ളവരെയും അതുപോലെ തന്നെ ഡീസിലുള്ളവരും അടിച്ച് പഞ്ഞിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ LS എഴുതും. മൊത്തം നോക്കായിരുന്നു. ഫെയ്ത്ത് നോക്കേണ്ടായിരുന്നു. അപ്പം തന്നെ തീർത്തും വിട്ടുണ്ട്. ഇതിൽ മച്ചന്മാർ ഓടിക്കണം. നമ്മുടെ DXNസിൻ്റെ കാണുന്നു അടിക്കുന്നത്. LSൻ്റെ ബ്രെയിൻ അവിടെ ഉണ്ട്. ബ്രെയിൻ അപ്പം തന്നെ തീർത്തും വിടുന്നുണ്ട്. ഇനി LSൻ്റെ ആൽഫയുണ്ട്. ഹെയ്സിനുമുണ്ട്. ഹൈ ബ്രോ അതെ രണ്ടാൾക്ക് ഒരാൾ മാത്രമുള്ളതാണ്. താനസം ഈ മാത്രമേ കാണണം. വേറെ ആരും കാണുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ TXNസിനുള്ളുണ്ട്. എന്തായാലും മെഡിസിന് തൊട്ടടുത്ത് നമ്മുടെ LS പിള്ളേരുണ്ട്. ആൽഫയും പിള്ളേരോട് കിടക്കുന്നുണ്ടെങ്കിൽ സോൺ വരുന്നുണ്ട്. സോൺ പോകുമ്പോൾ അത് സീറോ റെസ്പെക്ട് പിള്ളേർ നടുക്കളത്തിൽ പോയി നിൽക്കുന്നുണ്ട്. എല്ലാവരും കയറി വാട്ടാ മക്കളെ എന്ന് പറയുമ്പോൾ നമ്മുടെ പാരഡോക്സിൻ്റെ പിള്ളേരുണ്ട്. എന്തായാലും മച്ചമാർ സോൺ എന്തെങ്കിലും മാറിയിട്ട് അടുത്തടി നമ്മുടെ പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ആസ്റ്റെക്കിനുള്ള അപ്പം തന്നെ കാണുന്നു അടിക്കുന്നു തീർക്കുന്നുണ്ട്. എന്തായാലും നോക്കുന്നുണ്ട്. അതിൽ മോനെ നമ്മുടെ ആസ്റ്റെക്കിന് മുത്തുന്നത് ചാർലിനെ തീർക്കുമ്പോൾ MGM ഡെവിളിനെ അടിച്ചിരുന്നു. നമ്മുടെ ലോസ്റ്റ് ഡെവിളാണ്. ലോസ്റ്റിനുള്ളവരുണ്ട്. ലോസ്റ്റിന് മുത്തുകൊണ്ട് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആസ്റ്റെക്കിൻ്റെ പിള്ളേരെ സ്പോട്ടും ചെയ്തിട്ടുണ്ട്. എന്തായാലും പിള്ളേർക്ക് എന്തായാലും സോണിൽ പോയാൽ പറ്റും. സോണിൽ പോകുമ്പോൾ എന്തുണ്ടാകുമെന്ന് കണ്ടറിയണം. എന്തായാലും മോനെ ലോസ്റ്റ് ലൂസിഫറിൻ്റെ അടിയിൽ വീഴുന്നു. നമ്മുടെ സീറോ റെസ്പെക്ടിന് മുത്തുമണിച്ചാണ്. എന്തായാലും പിള്ളേർക്ക് എന്തായാലും നല്ലൊരു സ്നൈപ്പ് ഷോട്ട് വരുന്നത്. നമ്മുടെ ഡീസിൻ്റെ ലോസ്റ്റ് പിള്ളേരാണ്. ലോസ്റ്റിൻ്റെ പിള്ളേർ എന്തായാലും കൊള്ളാം പൊളി സാധനം. മറ്റന്മാർ നല്ല രീതിയിൽ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് തലയൊക്കെ. ലോസ്റ്റ് സ്കള്ളാണോ? സ്കള്ളാന്ന് തോന്നുന്നു. സ്കള്ളല്ല വണ്ടിയാണോ? അല്ല ലൂസിഫറാണോ? ലൂസിഫർ ആണെന്ന് തോന്നുന്നു. ലൂസിഫറോ സ്പീഡാണ്. ആരോ നല്ല രീതിയിൽ അടിച്ച് തലപൊടിയുണ്ട്. എന്തായാലും പിള്ളേരെ മോനെ BRDM വണ്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും വണ്ടി എടുത്ത് ഇവിടെ നല്ല കട്ടയ്ക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ബൗണ്ടി കൊടുത്ത് ലോസ്റ്റിൻ്റെ വണ്ടി കൊടുത്തുകൊണ്ട് വണ്ടി അങ്ങോട്ട് TXൻ്റെ സോണിക്കാണ് കയറി പറ്റും. മോനെ അവിടെ കൊടുക്കുന്നു. ലോസ്റ്റിൻ്റെ ഉള്ളിൽ അടിച്ച് കൊണ്ടിരിക്കുന്നു. മോനെ വണ്ടി കാണുന്നു അടിക്കുന്നതിലും വണ്ടി കിട്ടാണെന്ന് തോന്നുന്നു. വണ്ടി പക്ഷേ എന്തെങ്കിലും പിന്നിലൊരു BRDM ഉണ്ട്. BRDM ആരടിച്ച് ബുള്ളറ്റ് തീർക്കുന്നില്ല. എന്തായാലും പിള്ളേരോട് നല്ല ടാഗുകൾ എവിടെ നിന്നൊക്കെ അടി കൊടുക്കുന്നുണ്ട്. തൊട്ട് മുകളിൽ മോനെ ആസ്റ്റെക്കിന് മുത്തുണ്ട്. ആസ്റ്റെക്കിൻ്റെ ഉള്ളവർ നമ്മുടെ സീറോ റെസ്പെക്ടിനുള്ളവർ കാണുന്നു അടിക്കുന്നത് പുകയ്ക്കുന്നു. വണ്ടി പുകയില്ലെന്ന് പറയുന്നത് മോനെ ടാഗ് കൊടുക്കുന്നുണ്ട്. ആസ്റ്റെക് ഹീരൻ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മോനെ വണ്ടി ഓപ്പണിലാണ്. വണ്ടി ഓപ്പണിലായതുകൊണ്ട് വണ്ടി അടിക്ക് പൊട്ടിക്കുന്ന വണ്ടിക്ക് മോനെ വണ്ടിക്ക് അടിച്ച് പൊട്ടിച്ചാൽ മതിയായിരുന്നു. വണ്ടിക്ക് അടിച്ച് പൊട്ടിക്കുന്ന മോനെ ചുറ്റി സ്മോക്ക് ഇടുന്നുണ്ട്.
അവിടെ വണ്ടി ഉണ്ടായിരുന്നു ഭയങ്കര എന്താണ് പിള്ളേർ നോക്കിക്കുന്നത് വണ്ടി അവിടെ വണ്ടി അടിച്ച് തീരുന്ന പ്രശ്നമാണ് മുന്നേ അവിടെ മോനെ കയറി പുഷണ ശ്രമം നമ്മുടെ ആംഗ്രം പിള്ളേർ ചാടി എടുക്കുന്നത് എന്തെങ്കിലും നെയ്ഡ് ഒരെണ്ണം കുക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് നെയ്ഡ് അവിടെ പോയി പൊട്ടുമ്പോൾ അത് ഹീരക്കുള്ള നെയ്ഡാണ് ഹീരം പിള്ളേർ മതി നെയ്ഡ് വരുന്നത് നെയ്ഡ് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇസ്രാമിൻ്റെ ബീസ്റ്റോടെ നമ്മുടെ ലോസ്റ്റ് പിള്ളേർക്ക് അടിച്ച് പൊടിക്കുന്നത് നെയ്ഡുകൾ അങ്ങോട്ടും വാരിക്കോരി എറിയുന്നുണ്ട് അതേ നെയ്ഡുകളൊന്നും വരുന്നില്ല ആസ്റ്റെക്കിൻ്റെ പിള്ളേർ അത് 2 വണ്ടി കിട്ടി വന്നിട്ടുണ്ടെങ്കിലും വണ്ടി കിട്ടാൻ ചാൻസ് ഉള്ള കുറവാണ് മോനെ കിട്ടി പണിപ്പാളി അത് നമ്മുടെ ആംഗ്രി ഒരിനടിയിൽ വീഴുന്നു പിന്നെ അത് ലോസ്റ്റിൻ്റെ പിള്ളേർ അവിടെ ഇസഡമ്മൻ്റെ പിള്ളേർ അടിച്ചു വെച്ചിട്ടുണ്ട് റെസ്പെക്റ്റിൻ്റെ പിള്ളേർ നമ്മുടെ ആസ്റ്റെക്കിന് മുത്തുകൊണ്ട് മോനെ നെയ്ഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊരു ഏറിയയിൽ മാത്രമാണ് നമ്മുടെ അത് ഹീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേരും നമ്മുടെ ആസ്റ്റെക്കിൻ്റെ പിള്ളേരും നെയ്ഡുകൾ മാത്രമാണ് ഇരുന്നില്ല ആ സമയത്ത് തന്നെ ഇവിടെ റബ്ബെടുക്കുന്നുണ്ട് അത് ഓണത്തിൻ്റെ പൊട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വന്തം ആസ്റ്റെക്ക് പക്ഷേ സൈഡിൽ കൂടെ മോനെ ആരും പറയാം ജാക്കി കൂട്ടാൻ പോകുന്നത് അത് ആരും പറയാം ജാക്കി കൂട്ടാൻ പോകുമ്പോൾ ജാക്കി കൂട്ടൻ അടി കിട്ടും അത് ജാക്കി കൂട്ടൻ കണ്ടു തോന്നുന്നുണ്ട് ജാക്കി കൂട്ടനെ കണ്ടില്ല നല്ല മോനെ അവിടെ നമ്മുടെ റേറ്റിൻ്റെ ബ്രൂസ് ഇസഡമ്മൻ്റെ പിള്ളേർ അത് ഓരോ സമയത്ത് 2 ഫൈറ്റ് എടുക്കുന്നുണ്ട് ഇതിൽ നെയ്ഡുകളൊക്കെ വാരിക്കൊരു എറിയുന്നുണ്ട് സോൺ വരുന്നുണ്ട് സോൺ വരുമ്പോൾ പ്ലേയേഴ്സ് ഉണ്ട് ഡാമേജ് ഹെവി ആയിട്ട് നല്ല ചാൻസ് ഉണ്ട് അതായത് സീറോ റെസ്പെക്ട് പിള്ളേർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിലും പിള്ളേരോട് വെയിറ്റ് ചെയ്യുമ്പോൾ മോനെ ആസ്റ്റൻ കൊടുക്കുന്നത് സോണിൽ പോയി പറ്റും സോണിലേക്ക് പോകുമ്പോഴേക്ക് വീഴോ ഇല്ലെന്ന് അറിയില്ല നമ്മൾ മോനെ പിള്ളേർ ചാടിക്കുന്ന സീറോ റെസ്പെക്ട് പിള്ളേരോട് മോനെ കയറുന്നു അടിക്കുന്നു റൂഗറാണ് ജാക്കി ഇട്ട് കൊടുത്തു ജാക്കി മോനെ കയറുന്നു അടിക്കുന്നു ആംഗ്രിനെ കിടന്നിരിക്കുന്നു നമ്മൾ ക്രിപ്റ്റ് മോനെ അടിക്കുന്നു ക്രിപ്റ്റ് അടിക്കുന്നില്ല എന്തെങ്കിലും മോനെ ആസ്റ്റക്കിന് മുത്തുണി അവിടെ തീർന്നിട്ടുണ്ട് നമുക്ക് എല്ലാം നമ്മുടെ ലോസ്റ്റാണ് എൽ എസ് എടുത്ത് പോകണം എൽ എസ് ടി നമ്മുടെ ഇസ്ലാമിൻ്റെ പിള്ളേർ ഇത്രയും കട്ട ഫൈറ്റ് ആവുന്നതിലും പിള്ളേരോട് നോക്കേണ്ടതിലും മോനെ നോക്കുന്നുണ്ട് എൽ എസ് ടി ആൽഫ മാത്രമേ ഉള്ളൂ അത് ആൽഫിനകത്തും കട്ടയ്ക്ക് അവിടെ തീർന്നു ആൽഫ മാത്രമാണ് അതിൽ നെയ്ഡുകൾ സ്മോക്കിലൊക്കെ വാരിക്കുന്നത് സ്മോക്കുള്ള മോനെ എൽ എസ് ടി നമ്മുടെ ഹൈസിനെ റബ്ബെടുക്കാനുള്ള ശ്രമമാണ് അതിൽ ഹൈസിൻ്റെ കാര്യം എന്താകുന്നു കണ്ടറിയണമെങ്കിൽ ഹൈസിനെ ഇനി പിള്ളേർ എന്ത് ചെയ്യുമെന്ന് നോക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം അത് ഇസഡമ്മിൻ്റെ മുത്തോണി സൂടുമ്പോൾ ഒരു താഴെ നമ്മുടെ ടി എക്സൻസ് ഉണ്ട് എന്തൊരു സോണിനുള്ളിൽ ലോസ്റ്റ് മാത്രം ലോസ്റ്റ് സോണിനുള്ളിൽ നിന്ന് അടുക്കളത്തേക്ക് ഇരുന്നുമ്പോൾ അത് എല്ലാവർക്കും ചെന്നം പിന്നെ കൊടുക്കുന്നുണ്ട് അതിൽ മോനെ സീറോ റെസ്പെക്ട് അത് കാണുന്നു എന്തായാലും മോനെ AW ആണ് LM24 കാണുന്നു അടിക്കുന്നു മോനെ നമ്മുടെ ഫേക്ക് എന്തെങ്കിലും ജീവൻ കൊണ്ടുവന്നിട്ട് കാണുന്നു അവിടെ കിടക്കുന്നു അതേ കാണുന്നു കൊടുക്കുന്നു മോനെ പക്ഷേ നമ്മുടെ ഫേക്ക് അത് നല്ല കിടല ഹെഡ്ഷോടുള്ള നല്ല കിടാൻ ചാൻസ് ഉണ്ട് മച്ചനത് ആ ഹെഡ്ഷോട്ട് മിസ് ആയിട്ട് മാത്രമാണ് മച്ചനതിൽ തീർന്നത് ടി എക്സ് ഫേക്കിൻ്റെ നല്ല കിടല സ്പ്രേ പറയുമ്പോൾ മോനെ ലോസിൻ്റെ പിള്ളേർ വേഴ്സ് നമ്മുടെ ടീമൊന്നും ടി എക്സ് ഇവിടെ നമ്മുടെ ലോസിൻ്റെ സ്കാളിലും പിള്ളേർ ഇവിടെ നമ്മുടെ ലോസിൻ്റെ സ്പീഡുണ്ട് പിള്ളേർ എന്തായാലും കയറി പണിയെന്ന് അറിയാം പിള്ളേർ മോനെ ഓടിച്ചായിട്ട് ഉള്ളിൽ കയറി ഉണ്ടതിൽ ഇവിടെ മൊത്തം ഫേക്കും പിള്ളേർ അവിടെ നല്ല ടാഗാണ് നമ്മുടെ ലോസിനുള്ളവർക്ക് അതേസമയം സീറോ റെസ്പെക്ട് പിള്ളേർ അവിടെ എവിടെയെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ ഇസ്ലാമിൻ്റെ പിള്ളേർ കാണുമ്പോൾ കേട്ടാൽ നടിക്കാൻ ശ്രമമാണ് നമ്മുടെ ഫേക്ക് കോപ്പി ടി എക്സ് എൻ എസ് വീഴും നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു ഫൈറ്റ് കാണാൻ പറ്റും അത് കാണുന്നു അടിക്കുന്നതിൽ കൊടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കില്ല മാത്രമല്ല കൊടുക്കും ഇസ്ലാം 077 കിട്ടുമ്പോൾ അത് ഫേക്കിന് നല്ല ചാമ്പ് അവിടെ നമ്മുടെ ഫ്രാഗാന്ന് തോന്നുന്നു ഫ്രാക്കിങ് അടിച്ച് നോക്കുക നമ്മുടെ ഇതൊന്നും കാരണം ടി എക്സ് ഡെക്സ്റ്റർ അപ്പോൾ ഓക്കെ ലോസ്റ്റിൻ്റെ പിള്ളേരാണ് നമ്മുടെ ടി എക്സ് എൻസിനെ രക്ഷിക്കുന്നത് ഡെക്സ്റ്റർ വീഴുമ്പോൾ മോനെ ഇവിടെ നമ്മുടെ സീറോ റെസ്പെക്ട് പിള്ളേർ മോനെ കൊടുക്കുന്നു സീറോ നമ്മുടെ പിള്ളേർക്ക് അതെ നമ്മുടെ സീറോ റെസ്പെക്ട് സ്കാളിനടിച്ച് നോക്കുന്നത് 2 നോക്കുന്നത് എന്തെങ്കിലും പിള്ളേർ കയറി മോനെ 3ാമത്തെ നോക്കും വീഴുന്നു ഇനി ലോസ്റ്റ് മോനെ പ്രോഫിറ്റ് വരുന്നുണ്ട് പ്രോഫിറ്റ് മോനെ ഇടിച്ച് കുത്തി വരുമ്പോൾ അത് പിള്ളേർ ചാടി നിർത്തുന്നുണ്ട് ഇവിടെ 3 നോക്കുള്ളപ്പോൾ ഇനി എവിടെ ഇസ്ലാമിലുള്ള ഇസ്ലാം തൊട്ട് മുമ്പിൽ നമ്മുടെ ലോസ്റ്റ് മണ്ടത്തിൽ ഒരു നെയ്ഡ് കൊടുക്കുമ്പോൾ നെയ്ഡ് അതിൻ്റെ ഉള്ളിൽ ഒരു നെയ്ഡ് തീരുന്ന പ്രശ്നത്തിൽ മോനെ മുകളിൽ ചാടി നോക്കുന്നുണ്ട് അതിൽ നെയ്ഡ് കൊടുക്കും നമ്മുടെ പ്രോഫിറ്റ് കാണുന്നുണ്ട് പ്രോഫിറ്റ് അവിടെ താഴേക്ക് നോക്കാം ഒരു നെയ്ഡ് അതിൽ നെയ്ഡ് കുക്ക് ചെയ്യുമ്പോൾ മോനെ കൊടുക്കുന്നു ഉള്ളിലേക്ക് നെയ്ഡ് കൊടുക്കും മോനെ കൊടുക്കുന്നുണ്ടോ ഇല്ല പറ്റേ പണിപ്പാളുന്നു മോനെ നല്ല കിടൽ ആംഗിളായിരുന്നു ഇതിന് ലോസ്റ്റിൻ്റെ ലൂസിഫറിന് എന്ത് ചെയ്യുന്നത് കാണാം ലൂസിഫർ മോനെ കാണുന്നു മോനെ ലൂസിഫർ ഓപ്പൺ ലൂസിഫറിനെ അടിച്ചിരുന്നതിൽ മോനെ പണിപ്പാൾ എന്തെങ്കിലും നമ്മുടെ പ്രോഫിറ്റോടുണ്ട് ഇനി ബണ്ടിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും കാണാം ഒരു സൈഡിൽ നമ്മുടെ സീറോ റെസ്പെക്ട് മാറും സൈഡിൽ നമ്മുടെ സീറോ റെസ്പെക്റ്റിൽ ഇനി ക്രിപ്റ്റ് മാത്രം ക്രിപ്റ്റ് ഒറ്റയ്ക്ക് എല്ലാവരും 3 റബ്ബ് എടുക്കണം എന്തായാലും നമ്മുടെ ഇസ്ലാമിൽ പിള്ളേർ നല്ല ചാമ്പ് മോനെ ക്രിപ്റ്റോ അത് ലൂസിഫറിൻ്റെ കില്ല അവിടെ പോകുന്നുണ്ട് എന്തായാലും മോനെ നല്ല അടിക്കുന്നു ബണ്ടിന് യൂസോകൈസിന് ഒരു 4 ടീമുകൾ മാത്രമാണ് സീറോ റെസ്പെക്ട് ഉണ്ട് ടി എക്സ് എൻസിൻ്റെ ഉള്ളിൽ സോണിൽ നിന്ന് അവർ തീരുന്നില്ല സോണിൽ നല്ല അടിക്കുന്നതിൽ മോനെ പ്രോഫിറ്റിൻ്റെ കില്ലിനെ ആരും കൊണ്ടുവന്നിട്ടുണ്ട് മോനെ സ്മോക്കിലേക്ക് അടിക്കണമല്ല അവിടെ ടി എക്സ് എൻസിനെ സ്പോട്ട് ചെയ്യുന്നത് മോനെ കൊടുക്കുന്നു കിട്ടുന്നു മോനെ ആരാണെന്ന് അറിയില്ല വണ്ടിക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ടി എക്സ് എൻസ് മോനെ 007 അത് ഇവിടെ ഡ്രോപ്പിലാണ് DBS ആണ് മോനെ കിട്ടുന്നു സീറോ റെസ്പെക്ട് ആങ്കറിനെ അടിച്ചു നമ്മുടെ ലോസ്റ്റ് മണിയാണ് മോനെ കൊടുക്കുന്നത് ബണ്ടിനെ കാണുന്നത് ഓപ്പൺ അടിക്കും ബണ്ടിനടിക്കുമ്പോൾ നമ്മുടെ സ്പീഡ് സീറോ റെസ്പെക്ട് ഡെവലപ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഡെവലപ്പ് അവിടെ തീർക്കുന്നുണ്ട് അങ്ങനെ ലോസ്റ്റിൻ്റെ പിള്ളേർ തീർന്നു ലോസ്റ്റിൻ്റെ പിള്ളേർ മൊത്തത്തിൽ തീർക്കുമ്പോൾ ഇവിടെ നമ്മുടെ സീറോ റെസ്പെക്ട് ടി എക്സ് എൻസ് ഇവിടെ പയ്യെ അത് ഞങ്ങൾ ഈ കളിയില്ലേ എന്ന് പറയുന്നുണ്ട് പയ്യെ വരുമ്പോൾ അത് സ്മോക്കി കൂടി സോൺ വരുന്നുണ്ട് സോണിൽ കട്ടയ്ക്ക് ഓപ്പൺ വരുമ്പോൾ നമ്മുടെ ഫേക്കിന് കിട്ടുന്നത് നല്ല ടാഗ് കിട്ടുന്നത് നമ്മുടെ ഇസ്ലാമിൻ്റെ മോനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അടിച്ച് പോക്കി നോക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ഫേക്ക് കോപ്പി ഉണ്ടെങ്കിലും ഡെക്സ്റ്റർ പിള്ളേർ 2 ഒഴുക്കി കൂടി ഉണ്ടെങ്കിലും നമ്മുടെ ഫേക്ക് കോപ്പി ജസ്റ്റ് മിസ്സിന് കയറിയിട്ടുണ്ട് സോ കേസ് പിന്നെ അവിടെ നമ്മുടെ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് ഡെവലപ്പർ പിന്നെ തന്നെ ഡെക്സ്റ്ററും ഡെവലപ്പറും തമ്മിൽ ഒരു അടി പൊട്ടാൻ ചാൻസും ഉണ്ട് സോ ഡെക്സ്റ്റർ പിന്നിലൂടെ വന്നടിക്കുമ്പോൾ ഡെക്സ്റ്റർ ഓടിച്ചടിക്കുന്നത് നമ്മുടെ ഡെവലപ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മോനെ ഒരു നെയ്ഡ് കുക്ക് ചെയ്യും അത് നെയ്ഡ് കുക്ക് ചെയ്യുന്ന കൊടുക്കുന്ന നെയ്ഡ് ഒരു പുറത്ത് ചാടി ഇറങ്ങുമ്പോൾ ഇല്ല ചാടി അത് ഓപ്പോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല മറ്റേ മോനെ ഇറങ്ങിയിരിക്കുന്നതിന് നെയ്ഡ് പൊട്ടുമ്പോൾ മോനെ റോട്ടിൽ വണ്ടി തന്നെ നിൽക്കുന്നതിന് മോനെ അടിച്ച് തീർന്നു ടി എക്സിൻ്റെ ഉള്ളിൽ വരുമ്പോൾ പ്ലേ സോണിൽ തീരുന്നു അങ്ങനെ സീറോ റെസ്പെക്ട് വേഴ്സസ് അല്ല നമ്മുടെ സ്വന്തം
TXN വേഴ്സസ് നമ്മുടെ ഇസ്രമാണെങ്കിൽ പിള്ളേർ അതായത് 4 പേര് മാത്രം 1 വേഴ്സസ് 3. ഇവിടെ നമ്മുടെ എൻകോഡോടെ നോക്കുകയാണെങ്കിൽ മോനെ 2 വേഴ്സസ് 3 എന്ന് പറയാൻ പറ്റും. നല്ലത് TX നമ്മുടെ ഫേക്ക് കോപ്പിയുടെ മോനെ അവസാന നിമിഷം കളികൾ മൊത്തത്തിൽ തിരിയുന്ന ഒരു എല്ലാം കാഴ്ച നമ്മൾ കണ്ടതിലും ഇസ്രമേൻ്റെ പിള്ളേരോടിൻ്റെ അത് അതുപോലെ തന്നെ നമ്മുടെ ഫേക്ക് ഔട്ടിൻ്റെ ഫേക്കിന് ഒരു നേടാണോ ഉദ്ദേശിക്കുന്നത് നല്ല ചുറ്റും സ്മോക്കുകളൊക്കെ അറിയാൻ നോക്കും. നമ്മുടെ ഇസ്രമാണെങ്കിൽ ഫേക്കിൻ്റെ നമുക്ക് ഒരൊറ്റ എളുപ്പമായിട്ടും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഫേക്കിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല മോനെ ഫേക്കിൻ്റെ അവിടെ ചന്നം പിന്നെ നേടുകളൊക്കെ എറിയുന്നുണ്ട്. പക്ഷേ ഫേക്ക് നല്ല കട്ടക്ക് കവറാണ്. കട്ടക്ക് കവറിലുണ്ട് നമ്മുടെ ഫേക്കിൻ്റെ അടുത്തും ഫേക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ഫേക്ക് മോനെ അതൊരു മോളിയാണ് കൊടുത്തത്. എനിക്ക് നേടണിൽ തിരിച്ചൊരു മോളി മാത്രം മതി. മോളികൾ കൊടുക്കുന്നില്ല. മോളി ഇവിടെ തൊട്ടുമ്പോൾ തന്നെ വീടുണ്ട്. ഓക്കെ ബീസ്റ്റിനാണ്. ബീസ്റ്റിൽ കിട്ടുന്ന മോൻ ഓപ്പൺ ആയിട്ട് വരുന്ന മോനെ ഇസ്രമിസ്രോനെ കിട്ടുന്നു. അതൊരു പൊട്ടത്തരം പറയാൻ പിള്ളേർ മോനെ അടിക്കുന്നു. 2 നോക്കിടുന്നത് മോനൂസേ ഒരു നേട് വരുന്നു. പക്ഷേ ഒരു നേടൊന്നും കൂടി എന്നാൽ തീരാവുന്ന പ്രശ്നം എന്തെങ്കിലും മോനെ ഇസ്രമിൻ്റെ ബീസ്റ്റ് വന്നിട്ടുണ്ട്. ബീസ്റ്റ് വരുമ്പോൾ നിന്ന് മെഡടിക്കുന്നു. നമ്മുടെ സ്വന്തം എന്തെങ്കിലും ടൈം ഉണ്ടെന്തെങ്കിലും മെഡടിക്കുന്നത് അത് നേട് പിന്നെ വരുന്നുണ്ട്. നേടുകളിൽ നിന്ന് കഥ പറയുന്നത് നേടുകൾ വരുമ്പോൾ തെറിച്ച് വരുന്നുണ്ട്. മോനോ ബീസ്റ്റിനെ കാണുന്നു അത് അടിക്കുന്നു. പക്ഷേ നേട് പൊട്ടിയ സമയത്ത് തന്നെ മച്ചാൻ്റെ എയിമിങ് താഴെ പോയി നമ്മുടെ ഇസ്ലാമിൻ്റെ പിള്ളേർ അടിച്ച് പഞ്ഞിട്ട് ഡിന്നർ അടിക്കുന്നു. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഡിന്നർ കൊണ്ടുപോകുന്നത് നമ്മുടെ ഇസ്ലാമിൻ്റെ പിള്ളേരാണ്. 3, 4, 8 കില്ലുമായി നമ്മുടെ ഇസ്ലാമിലുള്ള ഡിന്നർ തൊട്ട് താഴെ നമ്മുടെ 8 കില്ലുമായി TXNSും. 3-ാം സ്ഥാനം നമ്മുടെ ഇസ്രാറിൻ്റെ പിള്ളേരാണ്. 3, 2, 5, 3, 6 കിലോ വരുന്നത്. 4 നമ്മുടെ ലോസ്റ്റിൻ്റെ പിള്ളേർ 5 കിലോ വരുന്നത്. 5 നമ്മുടെ എല്ലാ സിറുള്ള സിറൽസും വരുന്നത്. 6 നമ്മുടെ സ്വന്തം ആസ്റ്റെക്കിനുള്ളൊരു 7 നമ്മുടെ റേറ്റിൻ്റെ പിള്ളേരാണ്. 3, 2, 5, 3, 6 കിലോ വരുന്നത്. 8 നമ്മുടെ സ്വന്തം MGMൻ്റെ പിള്ളേരാണ്. നമ്മുടെ പോക്സിൻ്റെ പിള്ളേരാണ്. നമ്മുടെ പാരഡോക്സ് ആണ്.